പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന കാണുന്നില്ല. വിഷ്വലൊക്കെ യൂസ് ചെയ്യാം. ആൻഡ് ദിസ് വൺ ഇനിയാണ് എന്ത് ചെയ്യാം, ഇതാണ് എൻ്റെ ഈ എൻഡ് പോർഷനിൽ നമ്മൾ പിടിച്ചിട്ട് സ്ലിപ്പ് നോട്ട് ഇടാനാണ് ഈ എൻഡ് പോർഷനിൽ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റുക. ഓക്കെ, ഇവിടെ രണ്ടെണ്ണം ഉണ്ടാകും. അങ്ങനെ വെച്ചാൽ എൻഡ് പോർഷനിൽ പിടിച്ചിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക. ഇവിടെ പാരലായിട്ടുണ്ടാവും, ഇവിടെ ക്രോസും. എന്നിട്ട് ഈ ക്രോസ് ആയിട്ടുള്ള ഈ സ്റ്റിൽപ്പ് കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക. ഓക്കെ, നമ്മുടെ സ്ലിപ്പ് നോട്ട്. ഈ സ്ലിപ്പ് നോട്ട് കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് ചെയിൻ. അപ്പോൾ ചെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഈ ഹുക്കിനെ സൈഡിൽ കൊണ്ടുപോകാം. ചെയ്യണം അവിടെ. ഇതെങ്ങനെയാണ് പിടിക്കേണ്ടത് വെച്ചാൽ ഇത് എൻഡ് പോർഷനാണ്. ഇതാണ് എൻഡ് പോർഷൻ. ഇത് നമ്മളുടെ യാൺ കണ്ടിന്യൂ ചെയ്യുന്ന ഭാഗം. എന്നിട്ട് ഇതിങ്ങനെ വെക്കുക, ഇങ്ങനെ പിടിക്കാം. ആൻഡ് ഹോൾഡ് ഹിയർ. ഇങ്ങനെ ഉണ്ടാവും. സ്വരം ഇങ്ങനെ അങ്ങനെ പിടിക്കാം. എന്നിട്ട് ഈ യാണിനെ ഹുക്കിനെ ഈ സൈഡിലോട്ട് കൊണ്ടുപോകാം. സൈഡിൽ കൊണ്ടുപോയി ആൻഡ് യാൺ ഓവർ ചെയ്യാം. അങ്ങനെ ഉണ്ടാവും. ഒരു സൈഡൊക്കെ തിരിക്കാം. കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കാം. സോ നമുക്ക് ഇവിടെ ഒരു ലൂപ്പ് ഉണ്ടാവും. ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നമ്മൾ പുള്ളി ചെയ്ത് വലിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഹുക്കിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചുറ്റുക. എന്നിട്ട് ഈ ഹുക്കിനെ ഈ സൈഡിലേക്ക് തിരിക്കുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഹുക്കിൻ്റെ പോർഷൻ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ വലിക്കാം. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്രോഷറ്റിലെ ചെയിൻ. ഓക്കെ, അപ്പോൾ ഈ ചെയിൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുക വെച്ചാൽ ഇത് പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. സോ ജസ്റ്റ് ഈ സൈഡിലോട്ട് കൊണ്ടുപോവുക, ഫുൾ ചെയ്യുക. ഇതായിരിക്കും ബേസിക് ചെയിൻ. ഈ ചെയിൻ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാം. ഓക്കെ, സോ ഇതായിരിക്കും നമ്മളുടെ ചെയിന് വരിക. ചെയിൻ വരും. ഓക്കെ, ഈ ചെയിനിന്ന് ഫസ്റ്റ് ലൂപ്പായിരിക്കും ഇത്. ജസ്റ്റ് ഞാൻ മാറ്റിയേക്ക് കാണിച്ചു തരാനേ. ഇത് ഫസ്റ്റ് ലൂപ്പ്, ഇത് സെക്കൻഡ് ലൂപ്പ്. അപ്പോൾ യാണിനെടുത്തിട്ട് സെക്കൻഡ് ലൂപ്പിക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് യാണിനൊന്ന് പുൾ ചെയ്യാം. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ടാവും. ഈ 2 ലൂപ്പിലൂടെയും ഒറ്റയടിക്ക് വലിച്ചെടുക്കുക. ഒന്നുകൂടെ കാണിച്ചാൽ ഇനി അടുത്ത നെക്സ്റ്റ് ലൂപ്പിലായിരിക്കും. ഓക്കെ, അടുത്ത ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് പുതിയ യാണിനെ ലൂപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക. അപ്പോൾ 2 ലൂപ്സ് ഹുക്കിലുണ്ടാവും. എന്നിട്ട് ഈ 2 ലൂപ്പിലൂടെയും പുൾ ചെയ്തെടുക്കുക. മനസ്സിലായോ? ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇതും ക്രോഷ്യറ്റിങ്ങിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സിംഗിൾ ക്രോഷ്യയാണ്. ഇനി അടുത്ത ലൂപ്പ് ഇതായിരിക്കും. ലൂപ്പിലൂടെ ഇടുക, പുൾ ചെയ്യുക. ഓക്കെ, ഈ നെക്സ്റ്റ് ലൂപ്പ് ഓവർ. അപ്പോൾ എന്നിട്ട് 2 വലിക്കുക. ഇതായിരിക്കും നമ്മൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വരുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്യുക, 2 വലിക്കുക. കുറച്ച് ലോങ് വീഡിയോ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കട്ടായിട്ട് ഷോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ്. സോ യു ഗൈസ്, ഞാൻ കംപ്ലീറ്റ്ലി കാണിച്ചു തരാം നമുക്ക് എന്താ ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് ഓരോ സാധനങ്ങളും. സോ വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ് സിംഗിൾ ക്രോഷ്യ.
സോ ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇറ്റ് ഈസ് ലുക്കിംഗ് റിയലി ഗുഡ്. ഇനി നമുക്ക് ഈ സൈഡിലേക്കും സിംഗിൾ ക്രോഷ്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചെയിൻ ചെയ്യാം. ഒരു ചെയിൻ ചെയ്തിട്ട് ഈ പാർട്ടിനെ തിരിച്ച് വെക്കാം. എന്നിട്ട് നമ്മളുടെ ലൂപ്പ് നോക്കുക. ഇതായിരിക്കും ഫസ്റ്റ് ലൂപ്പ്. മേലിന്ന് കാണുന്ന ഒരു വി പോലത്തെ സെക്ഷനായിരിക്കും ഫസ്റ്റ് ലൂപ്പ്. അതിലേക്ക് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ടൊരു യാണ് പുള്ള് ചെയ്യുക. സോ ഇപ്പോൾ 2 ലൂപ്സ് ഉണ്ടാകും. ഈ 2 ലൂപ്പിലൂടെ വലിക്കാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുക. അടുത്തത് ഇതിനുള്ളിൽ കൂടെ വലിക്കും. സെയിം പ്രോസസ്സ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അത് പിന്നെ എങ്ങോട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യുക, ഒരു ചെയിൻ 1 ചെയ്യുക, പ്രോജക്റ്റിനെ ടേൺ ചെയ്യുക. അങ്ങനെ ചെയ്തതിനാൽ സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആകും.